ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് എസ് വിജയകുമാറാണ് ചൂരൽമലയിൽ നിന്ന്. വിജയകുമാർ, ഇന്നും ഇപ്പോൾ തിരച്ചിലിൽ ആണ് പ്രതീക്ഷ മുഴുവനും. കാരണം കൂടുതൽ ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുമോ എന്നുള്ളതാണ്. ബെയിലി പാലത്തിന്റെ നിർമ്മാണം ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തിരച്ചിലിന്റെ പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഹാഷ്മി, ഗോപി, ഇന്നത്തെ തെരച്ചിലിൽ അത് തുടരുകയാണ് എല്ലാ പ്രദേശങ്ങളിലും. അതായത് രക്ഷാപ്രവർത്തനം ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ മണ്ണിടിച്ചിലുണ്ടായ മുഴുവൻ മേഖലകളിലും വളരെ സജീവമായി തുടരുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ആശ്വാസ വിവരം നമുക്ക് ഈ ഘട്ടത്തിൽ നൽകാനുള്ളത്. അപ്പോൾ മുണ്ടക്കൈയിലും ചൂരൽമലയിലും വെള്ളരിമലയിലും ഒക്കെ ആ രക്ഷാദൗത്യം തുടരുകയാണ്. പുഞ്ചിരിമേടിലുമൊക്കെ അത് തുടരുകയാണ്. എവിടെ ഒന്നും കാര്യമായ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഉള്ളതായി അറിയില്ല. എല്ലായിടത്തും ഈ മണ്ണ് കൂമ്പാരം, കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളൊക്കെ പൊട്ടിച്ചും വലിച്ചു മാറ്റിയും ഒക്കെ പരിശോധന നടത്തുകയാണ്. അതിന് യന്ത്രസാമഗ്രികൾ, ഇപ്പോൾ മണ്ണുമാന്തി യന്ത്രങ്ങൾ ധാരാളമായി ആ മേഖലയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതൊക്കെ അതിനുപയോഗിക്കുന്നുണ്ട്. ഇനിയും വേണ്ടി വരും. അത് കൂടുതൽ ഇവിടേക്ക് വരുന്നുണ്ട്. മേപ്പാടിയിലൊക്കെ ഉണ്ട്. അത് ആവശ്യത്തിനനുസരിച്ച് താഴേക്ക് കടത്തിവിടുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് കുറെ കൂടി നിയന്ത്രണം കർശനമാക്കിയിട്ടുണ്ട്. ആംബുലൻസുകൾ പോലും ആവശ്യത്തിനനുസരിച്ച് വന്നാൽ മതി എന്നാണ് സൂചന. അപ്പോൾ ആ വിവരം കൂടി വരുന്നുണ്ട്. ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തകരൊക്കെ ഇവിടെ നിന്ന് ഈ ഭാഗത്തേക്ക്, അതായത് നമ്മൾ മുണ്ടക്കൈ മേഖലയിലേക്ക് പോകുന്നതാണ് കാണുന്നത്. അവിടെ മൃതദേഹമൊക്കെ കണ്ടെത്തിയാൽ, പരിക്കേറ്റവരെയൊക്കെ കണ്ടെത്തിയാൽ അവരെ സ്ട്രെച്ചറിലൊക്കെയാണ് കൊണ്ടുവരുന്നത്. നമ്മൾ കൺമുന്നിൽ കണ്ടു ഇന്ന് 3 ചേതനയേറ്റ ശരീരങ്ങൾ ഇതുവഴി കൊണ്ടുപോകുന്നത് കണ്ടു. അത് മുണ്ടക്കൈ ഭാഗത്തു നിന്നാണ് എന്നാണ് ഈ ദൗത്യത്തിന് പോയവർ പറയുന്നത്. ഇനിയിപ്പോൾ ഈ പാലം റെഡിയാകുന്ന സമയമാകുമ്പോഴേക്കും ആംബുലൻസിന് നേരിട്ട് അങ്ങോട്ടെത്തി ഇവരെ കൊണ്ടുവരാൻ കഴിയും. ഇന്നത്തെ ദൗത്യത്തിൽ നല്ല ഇനിയുള്ള ദൗത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് എത്ര പേരെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അക്കാര്യത്തിൽ ഈ സമയത്തും ഒരു കണക്ക് സർക്കാരിന്റെ പക്കലില്ല. ചേരുകയാണ്. അതുതന്നെയാണ് പ്രധാനം. എത്ര പേരെ ഇനി കാണാനുണ്ട് എന്നതിനെ കുറിച്ച് കൃത്യമായ കണക്ക് പോലും നമ്മുടെ പക്കലില്ല എന്നുള്ളതാണ് ആശങ്ക. റവന്യൂ വകുപ്പ് പറയുന്ന 225 എന്നൊക്കെ പറയുന്ന കണക്കിനൊക്കെ 10 മടങ്ങുണ്ടെന്ന് അവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത്. അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ കണ്ട വ്യാപ്തി ഇതൊന്നുമല്ല, വല്ലാത്ത വ്യാപ്തി.